ചായ വേണോ? നല്ല വലിയ കുതിര കേട്ടോ. പക്ഷേ മോള് സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. മാമ എന്നിട്ട് പുള്ളിങ് പോരല്ലോ, കോട്ടുമായിട്ടാണല്ലോ നിക്കണേ. എന്താ മാമ ഇങ്ങനെ ഇരുന്ന് കോട്ടുമായിട്ടേ? എടാ ഒരു സ്മോൾ ഒഴിക്കറ, പച്ചക്ക് നിക്കാണല്ലോ. എന്നിട്ടാ നീ ആ റമ്മ് എടുക്ക്. എന്നിട്ട് റമ്മില് ലേശം ഐസ് ഇട്. ഐസ് ഇട്ടിട്ട് ഒരു സോഡ ഒഴിക്കേ. നിറച്ച ഐസ് വേണട്ടാ, ഐസ് കുറവാ. ഓവാ ഇനി ഒരു ഷോഡ. കാറ്റിലെന്ന് പറയും, നോട്ടിലെന്ന് അറിയും. ഒന്നൂടെ പറഞ്ഞാ ചിലപ്പോ തെറ്റും കേട്ടോ. ഇനി പറയണ്ട. ഇനി അടിക്കുന്നില്ല. കൂബ കുഴപ്പമില്ല, നല്ല സാധനം. ഹവാനാക്കണം കൂബ. ഷെയർ ചെയ്യാനോ? അവിടെ പറഞ്ഞാൽ മതി, ഇവിടെ ഒന്നും പറയണ്ട. ചെരുപ്പ് പുറത്ത് ഊരിയിട്ട് അകത്ത് തരുക. ഞാനൊരു ഇൻട്രോ പറയാൻ വേണ്ടി ക്ലാസ് കൊണ്ടുവന്നു. പുള്ളി പറ്റാണായിരുന്നു. ചെഗുവേര ക്യൂബയിലെ ക്യൂബയുടെ ടേസ്റ്റ് ആണ്. ക്യൂബനെ നക്കി നോക്കിയിട്ടുള്ളത്. നമ്മളെല്ലാരും കൂടെ ഒരു ട്രിപ്പിന് വന്നതാണ് കേട്ടാ. അപ്പൊ നമ്മുടെ അപ്പച്ചന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ള കിങ് ഫിഷ്, പിന്നെ മാമന്റെ വക സ്പെഷ്യൽ ബീഫ് കറി. ചുമ്മാ ഒരു ട്രിപ്പിന് വന്ന ഒരു വൈബ് ആക്കിയിട്ടാവും. റെഡി അല്ല ഇതെന്തിനാ ഒഴിക്കണോ? അത് പതുക്കെ മതി. ബീഫ് കറി ഉണ്ടാക്ക്. എന്റെ കിച്ചൺ ആണ് റിയോൺ. ഇനിയിപ്പോ 1000 ആള് വേണം. താൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം അവൻ ബീഫ് കട്ടി, താൻ പോയി ഉള്ളി കട്ടി. നവീചേട്ടനെ കണ്ടുപിടിക്കുക. ആ കിച്ചണിൽ പോലും നമ്മൾ അടുപ്പിക്കില്ല. ലാസ്റ്റ് ക്ലീൻ ചെയ്യുന്നവരെ ചേട്ടനാണ്. അതിന് നിനക്കൊരു കയ്യും കിട്ടാം. ഇയാൾ എന്നിട്ട് ഉള്ളി പൊളിക്കാൻ ഒരാള്. അയ്യോ മാമന്റെ ഷട്ടില് കയറിയിരിക്കണു. ശരിയാണല്ലോ. താനേതാ? അപ്പൊ താനേതാ? ഒറിജിനൽ മാമൻ അവിടെ നിൽക്കുന്നു. നമ്മുടെ മീൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. നമുക്കിനി ഇത് സൂപ്പറായിട്ട് സ്ലൈസ് ചെയ്യാം. ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഓൾമോസ്റ്റ് 6 ദിവസം കഴിഞ്ഞു. 6 ശരിക്കും 7 ദിവസമായി. നമ്മുടെ കഴിഞ്ഞ ദിവസം മീനാണോ? കഴിഞ്ഞ ദിവസത്തെ മീനാ. എന്തായാവോ 7 ദിവസമായിട്ടുണ്ട്. വയറിളകാനായിട്ട് മാമന്റെ ബീഫില്ലേ, അതുപോലെ തമ്പടി. ആരീ തമ്പടി? കുമ്പടി. തമ്പടി അല്ലടാ, കൊമ്പടി. കൊണ്ടുവയ്ക്ക. എവിടെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മുടെ അപ്പച്ചൻ അന്ന് മീനിൽ ഉണ്ടാക്കാനായിട്ടൊരു സോസ് ഉണ്ടാക്കിയില്ലേ, സോയ സോസ്, സെസ്മി ഓയില്, പിന്നെ കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചും കൂടി ലൈം ജ്യൂസ് കൂടി ഉണ്ടെങ്കിൽ സാധനം ഭയങ്കര പൊളിയാവട്ടാ. അപ്പൊ ഞാൻ പോൺസ് പോലെ ഉണ്ടാക്കാൻ പോണേ. ബാക്കിൽ മാമന്റെ പാർട്ണർ വരുന്നില്ല. എന്ത് പരിപാടി? മാമൻ എന്ത് പരിപാടി ട്രിപ്പിന് വന്നാ? ബിരിയാണി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളാട്ടാ. വെള്ളടി കിടക്കുന്നുണ്ട്. ഈ പാവം പിടിച്ച അടിമ കണ്ണുകൂടെ ഫുള്ള് പണി. ബിരിയാണി അല്ല, ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്ന. പുള്ളി ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല ഒരു സാധനം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന പരിപാടി. കുക്കിങ് അത് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് തരാം. അവിടെ ബാക്കിൽ മാമി സെക്യൂരിറ്റി ആണോ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ജയിലിലാണെന്ന് വിചാരിച്ചു. ചേട്ടാ നമ്മുടെ ഗാർലിക് അങ്ങനെ സാധനമൊന്നുമില്ല. ഗാർലിക് ഒക്കെ ഉണ്ട്. ഇത് സാധനം എടുത്തിട്ടില്ല ഞാനാ, ഒറിജിനൽ ഷെഫ്. അത് കാരണം സാധനം എടോ ഒരു കാലങ്ങ് പോയേനെ. കാല് പോയാൽ കുഴപ്പമില്ല. കത്തി പോണ വഴി കാലിനേക്കാളും മുന്നേ വേറൊരു സാധനം ഉണ്ട്. അത് പോയാൽ ബുദ്ധിമുട്ടാവൂട്ടാ അല്ലേ? ഇതേപോലെ ഒരു കത്തി കൊണ്ട് ഇത് രാവിലെയും കൂടി ചേർത്തിട്ട് 3 തവണ കേട്ടോ ഈ കഥ. എങ്ങനെ സത്യം എനിക്ക് മനസ്സിലായി. പക്ഷെ 3 തവണ കഥ പറഞ്ഞു. അതെ ഇനി മാമിയുടെ കൈയായിട്ട് മാമ അത് കത്തിയൊക്കെ ഉപയോഗിക്കുന്നവരുടെ കൈ മുറിയും. മാമന്റെ പോലെ കഥ പറഞ്ഞു നടക്കുന്നവരുടെ കൈ അല്ലാണ്ട് മുറിയില്ല. മാമ ഇങ്ങനെ നമുക്ക് മാമന്റെ കുക്കിങ് അറിയോനെ 3 സബോളാട്ടാ. എന്നിട്ട് എന്നാണ് പറയും ഞാൻ സൂപ്പർവൈസർ സൂപ്പർവൈസറുടെ അരുൺ. പുള്ളി ഇപ്പൊ ഒരു 15 തവണ നിന്ന് ചുറ്റും വലം വെച്ചു. അതെ കാർത്തികല്ല ഈ താലം പിടിക്കാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളോട് മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് അവസരം പാത്രം ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. നന്നായിട്ട് എനിക്ക് കൂടി വേണം. ഞാൻ ശരിക്കും ഷെഫാ. അത് കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി അരിഞ്ഞു തന്നാൽ കുഴപ്പമില്ല.
തിന്നായിട്ട് അരിയണോ തിക്കായിട്ട് അരിയണോ? ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്താണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നതൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും, പോയി പറയടാ. അല്ല രണ്ടരി ഉണ്ട്. രണ്ടരി അതാണ് പറഞ്ഞത്. മറ്റേ അരിയുന്നത്. ഏയ് രണ്ടരി എന്ന് പറഞ്ഞ മണിന്നല്ല. ആദ്യമായിട്ടായിരിക്കും നമ്മളെവിടെ പോയിട്ട് ഇങ്ങനെ വലിയൊരു കുക്കിംഗ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടായിരിക്കും, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. താനെന്ന് ചെയ്തു. ടോപ്പ് ഓയിലൊക്കെ നമ്മൾ പോയിട്ട് മറ്റേ ചുറാങ്കിലൊക്കെ സ്റ്റേ റോസ്റ്റ് ചെയ്തിരിക്കാറുണ്ട്. നാളെ ബീഫ് റോസ്റ്റ് ഉണ്ട്. ലാമ്പ് ആർക്കും താല്പര്യമുണ്ടോ? ലാമ്പ് എന്താ പുറത്തേക്ക് അതിനെ പഠിക്കാനാ? 3 ഉണ്ട്. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെറ്റ് ചെയ്യാം. പ്രഷർ ഇത്രയും എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രഷറോട് കൂടി ഞാൻ ബീഫ് കറി വെച്ചിട്ടില്ല. മാമിന് എന്താ പ്രഷറിന്റെ അസുഖം ഉണ്ടാ? ഇവിടെ ഈശ്വരന്മാരെ കാത്തോളണേ. അയ്യോ താൻ ധൈര്യമായിട്ട് കുക്ക് ചെയ്തോ, എന്താണെന്ന് ശരിയാവില്ല. ഞങ്ങൾക്ക് ആർക്കും എക്സ്പെക്ടേഷൻ ഇല്ല, അതുകൊണ്ട് അത് കാരണം നിങ്ങൾ ധൈര്യമായിട്ട് കുക്ക് ചെയ്തോ? ആദ്യം എണ്ണ 5 വെളുത്തുള്ളി ഇടിച്ചത്. അതെ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കണം കുറച്ചു നേരം. അല്ല ഇത് ഉള്ളി എന്ന് പറയുമ്പോ ഇറച്ചിയിൽ എത്ര കിലോ ഉള്ളി ഉണ്ടല്ലോ മാമ? ഇതങ്ങനെയാണ്, എന്റെ കറിയിൽ ഉള്ളി കൂടുതലാണ്. അപ്പൊ ഉള്ളിക്കറിയാണ് ഉള്ളിക്കറിയാ. 2 കിലോ ബീഫിന് 3 കിലോ ഉള്ളി. ഇയാള് പണ്ട് ഹോസ്റ്റലിൽ പിള്ളേരുണ്ടാക്കണ ഊള ബീഫ് ഉണ്ടാക്കാനാണ് ഈ ബിൽഡപ്പ് തന്നെ. അയ്യോ അങ്ങനെ പറയല്ലേ, ആൾക്കാർ കേട്ട ഹോസ്റ്റലിലെ പിള്ളേര് ഹോസ്റ്റലിലെ പിള്ളേരെല്ലാം ഊളകളാണല്ലോ. അല്ല ഞാൻ പണ്ട് ഹോസ്റ്റലിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിന് 10ാം ക്ലാസ് പാസ്സാവണ്ടേ ഹോസ്റ്റലിൽ കയറണേ. ഈ ഉപ്പ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് ഇതാവുമെന്നാണ് ഐതിഹ്യം. ഫ്രഷ് അല്ലല്ല, ഇത് രസം എന്താ വെച്ചാൽ ഇത് പറയുമ്പോ ഇതാവും എന്നൊക്കെ പറയണേ, എന്താന്നറിയില്ല. ഉള്ളി പെട്ടെന്ന് ബ്രൗൺ ആവുമെന്നാണ് ഇതിന്റെ ഐതിഹ്യം. നമ്മൾ ഷെഫുമാരൊന്നും ഇതേപോലെ വേവും അല്ലെങ്കിൽ ഇങ്ങനെ കറിയാവും അങ്ങനെയൊന്നുമല്ല പറയണേ. നമ്മളതിന് ബ്രൗൺ ആകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളി എടുക്കുക, ഇതേപോലെ തുറക്കുക, ഇതേപോലെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക, എന്നാല് സെറ്റാവും. താൻ ആരെയാണ് ഈ ഉള്ളി ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? നല്ല ബീഫ് കറി ഉണ്ടാക്കാൻ നാട്ടുകാർക്ക് അറിയാം. ഇനി താങ്കൾ തിരക്കിറക്കി പറഞ്ഞ് നശിപ്പിക്കേണ്ടതാണെങ്കിലും 5 കിലോ ഉള്ളി വഴറ്റി 500 ആളുടെ സദ്യക്കുള്ളതാട്ടാ മാമ ഉണ്ടാക്കണം. 2 കിലോ ബീഫും 5 കിലോ ഉള്ളി. എന്ത് തക്കാളി മാമൻ അരിഞ്ഞിട്ടാ. ഇനി തക്കാളി ഇടുക. എന്ത് വെഞ്ചിരിപ്പാണോ തക്കാളിയുടെ? ഒരുമിച്ചിട്ടാകുന്നാമോ? അല്ല എന്റെ 2ാമത്തെ വർഷം ഞാൻ ആഴ്ച കിണ്ടി എനിക്കേ ചെറിയ മൂടേ രാവിലെ ആയിട്ടല്ലേ. പിന്നെ നമ്മളൊക്കെ പിന്നെ രാത്രിയാണ്. താൻ ആൽക്കഹോളിക്കില്ലേ? അങ്ങനെയല്ലോ ചേട്ടൻ. അയ്യോ ചേട്ടന്റെ ലിവർ നല്ല ലിവർ. തൻ്റെ ഓട്ട ഓക്കെ, ഇനി നമുക്ക് മസാല ഇടാൻ സമയമായിരിക്കുകയാണ്. മസാലപ്പൊടി ഞാൻ തന്നെ അവിടെ 100 സ്പെഷ്യൽ മസാല ഇറക്കിയിട്ടുണ്ട്. ഞാൻ അത് പുള്ളിക്ക് കൊടുക്കണ്ട. ഈ പുള്ളി ഉണ്ടാക്കുന്ന നാശമാവട്ടെ. സീക്രട്ട് പിടിക്കും പുള്ളി. ഇതിന്റെ രഹസ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരില്ല, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നല്ല ബീഫ് കറി നാട്ടിലുള്ളവർക്ക് ഉണ്ടാക്കാറിയാട്ടാ. ഇതൊക്കെ കാണുന്ന ആൾക്കാരുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. നാളെ ഈ വീഡിയോ കണ്ടുണ്ടല്ലോ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരും, ഇത് എങ്ങനെയാ ഉണ്ടാക്കിയെന്ന്. അപ്പൊ ഞാൻ പറയും ഗെറ്റ് ഔട്ട് ഹൗസ്. ഇനി മസാല നമ്മൾ ഒരു ഇളം ചൂടിൽ കുറച്ച് നേരം, ഇളം ചൂടിൽ കനവു പോലെ മലർ. മസാല റെഡിയായി. മാമൻ കറിവേപ്പില ഇട്ടോ? കറിവേപ്പില ഇപ്പോഴല്ല കേട്ടോ. കറിവേപ്പില ഇപ്പോഴില്ല. കറിവേപ്പില വേസ്റ്റ് ആണല്ലോ അല്ലേ? നേരെ അഭിഷേകിട്ടാ മതി. ഇതിലിടണ്ട കേട്ടാ. ഓക്കെ, നമ്മളിപ്പോ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 45 മിനിറ്റ് ഇവനെ ഇതേപോലെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി. ഇവനാണോ ഇവളാണോ? ഇവൻ എന്ന് പറഞ്ഞ എന്താ കാരണം? നമ്മളൊരു ജനറൽ ന്യൂട്രലാണ്, അതുകൊണ്ട്. ഇത് നമ്മുടെ ഐക്കോണിക് ഡിഷ്, അതായത് നമ്മുടെ കിങ് ഫിഷ് നമ്മൾ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. ഇതേ സ്മോളിന്റെ കൂടെ ടച്ചിങ്സ് ആയിട്ടാ. ബ്യൂട്ടിഫുൾ. ട്രൈ ಮಾಡಿ ನೋಡಿ എല്ലാവരും. സാർ നമ്മുടെ കിരൺ ഉണ്ട് കേട്ടെന്ന്. എല്ലാവരും ഉണ്ട്, ഫുൾ ട്രിപ്പ് ഇക്കടെ ഉണ്ട്. എടുത്തു ഇങ്ങനെ എടുക്കുക, കുത്ത ഈ സോസിൽ മുക്ക. നാരങ്ങ നോക്കണേ, അതിലെല്ലാം നാരങ്ങ ആക്കിയിട്ടുണ്ട്. യു ജസ്റ്റ് ഡിപ്പ് ഇറ്റ് ഇൻ ദിസ് സോസ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് യു ഈറ്റ്. മാമ 5 കിലോ മീനെ പോണല്ലോ. ഒരു കിങ് ഫിഷ് മൊത്തം മാമന്റെ തൊള്ളിലേക്ക് പോണേട്ടാ. ടോക്ക് ചെയ്യാൻ പാടില്ല.
മാമ എന്താ പറയാനുള്ളത്? Melt in your mouth. മീനാന്ന് പറയും. മീനാന്ന് പോലും പറയില്ല കേട്ടാ. 7 ദിവസം പഴകിയ മീനാണോ നാളെ പറയും. അവന്റെ അഭിപ്രായം എന്താ? മീനാന്ന് പോലും അത്ര ബട്ടറി. മാമി മീനല്ല അവക്കാടോ കഴിക്കണ പോലെ 7 ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചു. എന്താ അഭിപ്രായം? വേണ്ട ഇഷ്ടം പോലെ കഴിക്കാം. വായവ അവക്കാടോ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവക്കാടോ ഭയങ്കര ലൈറ്റ് ഫ്ലേവർ ആയിട്ട്. അവക്കാഡോ കഴിക്കുന്നുണ്ടോ? അവക്കാടോ കഴിക്കുന്ന പോലെയാ. ഇനി മാമന്റെ ബിരിയാണിയും നെയ്ച്ചോറും നമുക്ക് നോക്കട്ടാ. എന്റെ നെയ്ച്ചോറ്, മാമന്റെ ബിരിയാണി. എന്റെ ബീഫ്. ഇവിടുന്ന് ബീഫ് കറി പകുതിയിലധികം എടുത്തു പോയി. മാമന്റെ ബീഫ് കറി. മാമനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നാവ് പിടിക്കുന്നില്ല അത്ര. അങ്ങനെ പറഞ്ഞു മാമൻ. പിടിക്കാൻ പോയേക്കോ അത്ര അലമ്പ് കറിയാ തലമുടി ഇട്ടോടെ. റൈസ് ഇരിപ്പുണ്ട്. ഞാൻ ഫിറ്റ് അല്ല എന്ന് പറയാൻ പറഞ്ഞു. ആടുന്നില്ല. ആടുന്നില്ലാന്ന്. ഞാൻ എന്താ സ്പടികത്തിലെ മണിയോ. എങ്ങനെയുണ്ട്? നല്ലതാണോ? എല്ലാം പാകത്തിന്. ഒന്നും അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല, എല്ലാം കറക്റ്റ്. നല്ലതാണോ? ഞാനാണ് നെയ്ച്ചോറിന്റെ ഗുണം കൊണ്ടാ പിടിച്ചിരിക്കണേ. ഞാൻ ജെനുവിൻ റിവ്യൂ പറയുന്നതായിരിക്കും. മാമ ഫിറ്റ് ആയിട്ടില്ല എന്ന് പറയാനും പറഞ്ഞു. ഇടയ്ക്ക് നീ ഒന്ന് കഴിച്ച അഭിപ്രായം പറഞ്ഞു. അടിപൊളി അടിപൊളി. ഭയങ്കര എരിവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും നല്ല ഒരു ഭയങ്കര എരിവും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. എന്നാലും ഞാൻ പറയണല്ലോ. ഞാൻ എന്റെ ആരാധകർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എരിവൊന്നുമില്ല, എരിവൊന്നുമില്ല, പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് അതായിരിക്കുമല്ലോ. എരിവില്ല, ഉപ്പൂല വെറൈറ്റി നല്ലതാന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബീഫ് കറി നല്ലതാന്ന് പറഞ്ഞിട്ടുള്ള നല്ലതെന്റെ ബിന്ദാനുണ്ട്. വെറൈറ്റി ആണ്. അതാണ് ഇതാണ് മറ്റേ വായി വെക്കാൻ കൊള്ളൂലെന്ന് പറയാൻ മടിയാണ്ട് അത് ഇതൊക്കെ പറഞ്ഞാൽ വായി ചോദിക്കാം, വേറെ എവിടെയും പോയിക്കണം. ഇപ്പൊ ശരിയാക്കി തരാൻ അല്ല. അവിടെ വെച്ചാൽ എരിവിലത്തെ കാര്യം കുഴപ്പമുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ടേസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാം നല്ലതാണ്. കുഴപ്പമില്ല. നെയ്ച്ചോറിന്റെ ഒക്കെ കൊടുത്ത് തരക്കേടില്ല. മാമൻ ഉണ്ടാക്കിയത് അതിൽ കൂടെ നല്ല അഭിപ്രായം ഞാൻ പറയില്ല. ഇനി നന്നായാലും ഞാൻ പറയില്ല. നമ്മുടെ റിവ്യൂ പറയണം. നെയ്ച്ചോറിന്റെ പോക്കി ആ സംഭവം അല്ലാണ്ട് വായിൽ വയ്ക്കാൻ കൊള്ളില്ല. പ്രവീണ ചോദിക്കണോ നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ മനുഷ്യ? ആവശ്യത്തിന് ചെയ്ത പേര് നാട്ടിലില്ലേ? നാളെ ഇനി മാമന്റെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ട്. അയ്യോ അത് ഞാനില്ല. ഞാൻ ഇങ്ങനെ സിമ്പിൾ കാര്യമൊന്നും പിടിക്കാറില്ല. അതിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കും. മാമൻ സിമ്പിൾ ആയിട്ട് പിടിക്കില്ല എന്ന് പറഞ്ഞ പിന്നെ മാമിനെ പിടിച്ച് അത് കഷ്ടപ്പെട്ട് മാമി ടഫാണല്ലേ? കഷ്ടപ്പെട്ട് മാമി മറ്റേ പള്ളിയുടെ ജനല പോലെ തന്നെ ഉണ്ട് കേട്ടാ ഉടുപ്പ്. അപ്പൊ ശരി മാമ. നമസ്കാരം. ഇവനാണ് ഇവിടുത്തെ ഫെൻഷുയി. ഇതാണ് ടൊലാഗ ബേ വാർഫ് കേട്ടോ. ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ വോഫാണ്. 640 മീറ്ററിന്റെ ദൂരമുണ്ട് ഇതിന്. കിടക്ക സാധനമാണ്. പക്ഷെ നട്ടുച്ചയ്ക്ക് വന്നത്. അത് ഞാൻ അത്ര കിടക്കത്തി പോരാ. കിരൺ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. പുള്ളി അവിടുത്തെ ഗൈഡ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അധികം വലിപ്പം തോന്നുന്നില്ല വെച്ചെങ്കിൽ നല്ല നീളുണ്ട് കേട്ടാ. ഓരോ സ്റ്റെപ്പ് നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 100 മീറ്റർ ഉള്ളതെന്ന് വിചാരിക്കും നമ്മൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാണ്ടിരിക്കുക. അവിടെ ഒരു ഗേറ്റ് ഇട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇത് പൊളിച്ചിട്ട് ഇതിനുള്ളിൽ കൂടെ കയറുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികളുള്ളൂ. എന്നാൽ ന്യൂസിലാൻഡിൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടാ. താങ്ക് യു. ഗോൾഡ നിറ ഗർഭിണിയോടൊക്കെ കയറുന്നുണ്ട്. ലഫ്ലേ. ഞാനും കയറാം. പക്ഷെ ഇത് പർപ്പസ്ഫുള്ളി ഇവർ ഇവിടെ തന്നെ കെട്ടിയിട്ടുണ്ട്. ഓട്ടയാക്കിയിട്ട് കണ്ട. അതെ അതെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടേക്ക് എത്തി. വാ ഇനി വീട്ടിൽ പോവാ. ഊണ് വെച്ചിട്ട് കിടന്നുറങ്ങാം. വാ ആ വായോ നമുക്ക് പോവാ. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. നീ ചാടിക്കോ. നിന്നോട് ചാടാൻ പറ്റും. മാമി വേണ്ട. മാമൻ കുഴപ്പമില്ല. ജാക്ക് ജാക്ക് റോസ് റോസ്.
അയ്യോ അറിയണ്ട മറ്റേ താക്കോല് താഴെ പോയി. ഇവിടെ നിറച്ച് മഞ്ഞ ഫംഗസ് കണ്ട, നല്ല രസം കണ്ടേ. അപ്പുറത്തൊരു മലയുണ്ട് കേട്ടോ, ലൈം സ്റ്റോൺ കൈൻഡ് ഓഫ് മലയാണ്. അമേരിക്കയിലെ ഈ കൊളറാഡോ റിവർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, യെല്ലോ സ്റ്റോൺ, അതിൻ്റെയൊക്കെ അടുത്തുള്ള സ്ഥലം പോലെ ഇല്ലേ. കിട്ടണില്ലെങ്കിൽ വലിച്ചു നോക്കി നോക്കിയേ, വലിച്ചോക്ക്. എന്താ നീ ചെയ്യണേ? ആ ഞാൻ വിചാരിച്ചു നീ നിന്റെ മറ്റേ സാധനത്തിന്റെ സെൽഫി എടുക്കാന്ന്. അത് മാമൻ ഫ്രെയിമിൽ പെടാൻ ഭയങ്കര പാടാണ്, അതാ. കിരൺ പിന്നില് പോയിരുന്നു നിങ്ങളുടെ കുണ്ടിയുടെ ഫോട്ടോ എടുക്കണേ. ഒരാള് ഫ്രണ്ട് കൊടുക്കണ, ഒരാള് ബാക്ക് കൊടുക്കണ അല്ലേ? ആ കിണ്ടിന്നാണ് പറഞ്ഞല്ലേ. ആ മാമോ ആ ഗർഭിണികളൊക്കെ ഇരിക്കട്ടോ, എന്ത് ഊളയാണ്, ബാക്കിൽ നിൽക്ക്. ആ മാമീന്റെ അടുത്ത് ഒട്ടി 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 ഇരിക്കുക. ആ അല്ലേ വന്നിക്ക്. നമ്മളിവിടെ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിലായിട്ടേ ഇടത്തെ സൈഡിൽ ഒരു സൂപ്പർ മാൻഡറിൻ നിൽക്കുന്നുണ്ട് കേട്ടാ. 2 മാൻഡറിനും ഒരു ലെമൺ ട്രീയും നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ ഗിസ്ബൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ന്യൂസിലാൻഡിൽ ഏറ്റവും കൂടുതൽ നല്ല ഓറഞ്ചസ് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഗിസ്ബൺ ഓറഞ്ചസ്, വെരി ഫേമസ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, നിങ്ങൾ ഈ ഓറഞ്ച് മരം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ചക്കായും പഴുത്ത കായും ഒരേ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും. മിക്കവാറും എന്താണ് സീസൺ തുടങ്ങുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൽ സീസൺ തുടങ്ങും അല്ലേ, പൂവൊക്കെ വിരിഞ്ഞിട്ട് സീസൺ തുടങ്ങി വിൻ്റർ അതായത് ഓട്ടത്തിലേക്കായിരിക്കും മിക്കവാറും ഓറഞ്ച് പഴുത്ത് വരിക. ഓക്കെ, ആ പഴുത്തത് മിക്കവാറും ഓറഞ്ച് മരത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതിൽ നിൽക്കുന്നുണ്ടാവും. അപ്പം തന്നെ അടുത്ത സീസണിലെ പച്ചക്കായ മുളച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഈ മരത്തിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സെയിം ടൈമിൽ മൂത്ത് വരണം, അതായത് പച്ചക്കായകളും കഴിഞ്ഞ ബാച്ചിലെ പഴുത്ത കായകളും. വേറെ ഒരു ഫ്രൂട്ട്സിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് പരിചയമുണ്ടെങ്കിൽ പറഞ്ഞോളോ. കണ്ടോ നല്ല സൂപ്പർ ഓറഞ്ച്. മധുര സ്കെയിലിൽ മിക്കവാറും 10 ആയിരിക്കും കേട്ടോ, അത്ര മധുരേനെ. ഇവിടെ ഒന്ന് ഉടഞ്ഞിട്ടൊന്നുമില്ല, തൊണ്ടിലാടില്ലേ, ഉണങ്ങിയിട്ട് തൊണ്ടിലാട് അങ്ങനെ ഇല്ല. ഇനി ബ്രീഡില്ല, എന്താണ് ഇപ്പോഴും ഓറഞ്ച് ഉണ്ടായിരിക്കണേ കേട്ടോ. സീസൺ കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല മധുരല്ലേ. ഇന്നലെയും കുറച്ച് ഞാൻ 6 കഴിച്ചു. ഇത് ഞാൻ വയറ് മൊത്തം ബ്ലോട്ടാ കുമ്പയാ. ആ ഇന്ന് മാത്രം 6 കഴിച്ചു. കഴിച്ചിട്ടില്ല, തിന്നാൻ തുടങ്ങിയ പക്ഷെ നമുക്ക് നിർത്താൻ തോന്നില്ല. നല്ല മധുരം. പിള്ളേരൊക്കെ ഒറ്റ ഇരിപ്പിന് 6 വെച്ച് തിന്നുന്നു. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം, റൈറ്റ്? വീട്ടിൽ കൊണ്ടുപോകാൻ നേരത്ത് മറ്റേ പിഞ്ച് മാത്രമേ കാണുള്ളൂ. മാമ ഫ്രീ ആണെങ്കിൽ ഒരു അഭിപ്രായം പറയോ ഈ ഓറഞ്ച് കഴിച്ചിട്ട്? പൊളി ഓറഞ്ച്. ഇന്നലോട്ട് തന്നെ പണി. എന്താ ഭയങ്കര അതിന്റെ ജാലിയാണെങ്കിൽ എത്തു മുതലത്. ഓക്കെ ദിസ് ഫലക്ക് എന്താ പറയാറില്ല നോക്കാം. ഒരു 7 നിന്നിട്ടുണ്ട്. ആ എണ്ണായിട്ടാ. വീടിന്റെ റെന്റ് $200, $500 ഓറഞ്ച് തിന്നു. 2 ദിവസത്തേക്ക് വെറുതെ ചില്ലിയാനായിട്ട് റിലാക്സ് മോഡിലേക്ക് ഗിസ്ബണിലേക്ക് വന്നതാ. ട്രിപ്പ് ഒന്ന് തീരാണ്. ഞാൻ ഓവൻ്റെ അകത്ത് റോസ്റ്റ് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് ടോസ്റ്റ് പോലെ ആക്കിയിട്ട് ഡിന്നറിന് കഴിക്കാം. ഓക്കെ, നല്ല സൂപ്പർ റം സ്റ്റേക്ക് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഓഹോവാ, ഇവരാരും മീഡിയം റയർ പ്രിഫർ ചെയ്യാത്ത കാരണം ഞാനൊരു മീഡിയം റയറിൻ്റെ ഇടയിൽ നിർത്തിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, നന്നായിട്ട് 1.25 മണിക്കൂർ നേരം റെസ്റ്റ് ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പീസ്. നമുക്ക് സൂപ്പർ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതുകൊണ്ട് അതെ, കാവ് ദ മീറ്റ്.
ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടാ. എന്നിട്ട് ബാക്കിയുള്ളത് ഇവരോട് സ്വയം ഉണ്ടാക്കാൻ പറയാം. അത് ഞാൻ തിന്നു. ഇവരവിടെ കസരയിൽ കയറി ഇരിക്കേ. മാമൻ ടംസറാട്സ് കളിക്കാൻ റെഡിയായി. പേര് നോക്കിക്കൊണ്ടിരിക്കും ഇപ്പോ. മാമി എന്തിനാ മനുഷ്യ കള്ളം പറയാതെ സീരിയസ് ആയിട്ട്. ഞാനിവിടെ ഒരു നല്ലൊരു സൂപ്പർ പീറ്റ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സാൻഡ്വിച്ച് ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് അവക്കാഡോ, കുറച്ച് ഉപ്പ്, നമ്മുടെ ബീഫ് സ്റ്റേക്ക്. ഈ വീഡിയോനിടയിൽ അണ്ടി പറയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂട്ടാ. വീഡിയോയിൽ വരുവേ. ഡാൻസിൽ മാർഷലും ഒക്കെ റെഡിയാവും. ആൾക്കാർ ഇതിൽ എന്നെ കുറ്റം പറയും, നിങ്ങൾ സഭ്യത ഇല്ലാത്തവരാണെന്നൊക്കെ പറയും. കുറച്ച് ടൊമാറ്റോസ്. അല്ല അതെ ശരിയാണ്. കുറച്ച് ഉള്ളി, ഇനി കുറച്ച് ഷിറാച്ച. ശ്രീലജ. മാമി ഇതിനെ ശ്രീലജ എന്നാ വിളിക്കണേ. ഇനി ഇതേ 2 സ്ലൈസ് ചീസ്. ലഫ്ലേ. നൗ റാപ്പ് ഇറ്റ് ബാക്ക്. പ്രസ്. ഓക്കെ. പുഷ്. നൗ കട്ട്. ഏയ് ശ്രീലജ അല്ലത്. ഇനി നമ്മുടെ നോക്കിയേ സാൻഡ്വിച്ച് ഹൗസ്. മാമ നമ്മുടെ സാൻഡ്വിച്ച് ടേസ്റ്റ് നോക്കിയോ മാമ. ഇതിനകത്തൊന്നും ഉണ്ടല്ലോ, എല്ലാം ഇട്ടിച്ചു. കൊറേ ആൾക്കാര് കൊറേ കാലമായിട്ട് ചോദിക്കുന്നുണ്ട് അരുമാമ എന്തൊരു ബഹളാന്നറിയോ. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാ. അവിടെ കളിക്കാൻ മുട്ടിയിട്ടാ നിക്കണേ. സോ യങ് ഫാലയുടെ കൂട്ടത്തില് കിരൺ ബിസിയായി. അപ്പൊ തഗ്ഗൂല്ല സ്വാഗൂല്ല ഒന്നുമില്ല. ഈ ഇറ്റ് മീറ്റ് ഓൾ ഡേ ഇപ്പോഴത്താ സ്റ്റേക്ക് എങ്ങനെയുണ്ട്? സ്റ്റേക്ക് ചെക്കന് ഇഷ്ടായിട്ടാ. ഓക്കെ അതെ ഇവിടെ 2 സാൻഡ്വിച്ച് ഉണ്ട്. വേഗം വന്ന് കഴിച്ചോട്ടാ. ബാക്കി വേണ്ടവര് സ്ലൈസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചോളൂ. സ്റ്റേക്ക് തന്നെ. ഓക്കെ അപ്പൊ നാളെ കാണാം. പൂവോളുടെ ടൈം അപ്പ്. നമ്മൾ ആണുങ്ങളില്ലെങ്കിൽ ഇവര് എന്താ ചെയ്യാ അല്ലെ? എത്ര സമയം എടുക്കണല്ലേ മാമ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ആണുങ്ങളില്ലെങ്കിൽ ഞാൻ. അതെ അല്ല ആർക്കും കുഴപ്പമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിലെത്തുന്ന മനസ്സിലായി. സമയത്തിന് എത്തേണ്ട കാര്യം നമ്മളില്ലെങ്കിൽ സമയത്തിനൊന്നും എത്താൻ പറ്റില്ല. അതെ എന്നാ പോവാ മാമ. മാമ ഡിഡ് യു എൻജോയ് ദ ട്രിപ്പ്? നല്ല സ്ഥലം. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ. വെറുതെ വന്നു പോവാ അത്രേ ഉള്ളൂ. കാണാത്തവർക്ക് വേണമെങ്കിൽ കാണാം. ഇവിടെ ഓക്ലാൻഡ് പഞ്ചായത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ്. അതെ. Hey bro, how was the trip, my boy? Oh, good day. After long time. Yeah. So end of it. വെറുതെ ഒരു വീഡിയോ, വെറുതെ ഒരു ട്രിപ്പ്. അപ്പോൾ അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. കലിപ്പ് നോട്ടം.